സർ, ഈ ശ്രീലതാ വർമ്മ സാറിന്റെ... യെസ്, ഷീ വാസ് മൈ എംപ്ലോയി. മോഹൻ തോമസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ട്രെയിനി ലീഗൽ ഓഫീസർ. ആ നിലയ്ക്ക് അവർ കമ്പനി ഗസ്റ്റ് ഹൌസിൽ താമസിച്ചിട്ടുണ്ടാകാം, കമ്പനി വക വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിന്റെയൊക്കെ പേരിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോയതും ഒടുവിൽ തെളിയിക്കാൻ ഒന്നുമില്ല എന്നറിഞ്ഞപ്പോ കഷ്ടം. ദിസ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് പോലീസ് ബ്രൂട്ടാലിറ്റി. അല്ല മോഹൻജി, നോ മോർ ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമ്മീഷണർ ഭരചന്ദ്രനോട് നേരിട്ട് എന്ന് ചോദിച്ചാൽ മതി. സാർ, വണ്ടി എടുത്ത് മാറ്റണം. What the hell? Cool it, man! No photographs! Move back! All of you! I said move back! Now, give me all your bullets. Come on! മുമ്പൊരിക്കൽ നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസുകാരനോട് തായം കളിക്കാൻ നിനക്ക് താല്പര്യമില്ലെന്ന്. ബട്ട് ഇന്നെനിക്ക് ബോധ്യമായി നിന്റെ ചീപ്നെസ്. കാലണയ്ക്ക് തല്ലാൻ നടക്കുന്ന കവലച്ചട്ടമ്പികളെ വിട്ട് നാണം കെടുത്തിയാൽ ഞാൻ തോറ്റുപോകുമെന്ന് വിചാരിച്ചു. അല്ലടോ പുല്ലേ. I just came to warn you. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി രാഷ്ട്രീയക്കാരനെ പുറംകാലുകൊണ്ട് ചവിട്ടി പുറന്തള്ളി പകരം നിന്നെ പോലുള്ള എംബോക്കികൾക്കെടുത്ത് അമ്മാനമാടാൻ കോടികൾ പ്രസവിക്കുന്ന ഡൽഹി ഉണ്ടല്ലോ, ഹൈടെക്കും ബ്ലൂ ചിപ്പും കമ്പ്യൂട്ടറും കൊണ്ട് കൗബീനം ധരിക്കുന്ന നിന്റെ പുതിയ ഡൽഹി, ഈ ഭരത്ചന്ദ്രൻ ഒന്ന് പിടിമുറുക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഡൽഹിക്കുമാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ഓർത്തോ? നിന്റെ ഈ ചിരിയുണ്ടല്ലോ, അധികാരം ഇങ്ങനെ എടുത്ത് കൈക്കുമ്പിളിൽ വെക്കുന്ന ഉപജാപകന്റെ ചിരി. ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോ നിന്റെ മുഖത്ത് ഈ ചിരി ബാക്കിയുണ്ടാവില്ല. ദിസ് ഈസ് യുവർ ലാസ്റ്റ് സ്മൈൽ. Is that all? ഇല്ല, കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നിന്നെ കുളിപ്പിക്കുന്ന ചടങ്ങുകൂടി ബാക്കിയുണ്ട്. ദാ ഇങ്ങനെ. ഇപ്പോൾ ഇത്രയും, ബാക്കി പിന്നീട്. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. Who is this guy? Wilfred Vincent Bastian. ആര്? വിൽഫ്രഡ് വിൻസെന്റ് ബാസ്റ്റ്യൻ. പകുതി ഗോവൻ, പകുതി തങ്കശ്ശേരി. 3 വർഷം മുമ്പ് വരെ ഗോവ സംസ്ഥാനത്തെ ഏറ്റവും വിലയേറിയ വാടക കൊലയാളി. വിൻസ്റ്റൺ അലിമാവോ ഗ്രൂപ്പിലെ നമ്പർ 3. നൗ ഹി ഈസ് ഇൻ കേരള. യെസ്, അലിമാവോ ഗ്യാങ്ങുമായി തെറ്റിപ്പിരിഞ്ഞതോടെ ഇയാൾക്ക് ഗോവയിൽ നിൽക്കാൻ പഴുതില്ലാതായി. പിന്നെ ബോംബെയിലുണ്ട് ശത്രുക്കൾ ധാരാളം. സോ ഹീസ് ഓൺ റിട്രീറ്റ്. ഇവിടെ മോഹൻ തോമസിന്റെ കുടക്കീഴിൽ അഭയം. ഒപ്പം മോഹൻ തോമസിന്റെ കള്ളക്കച്ചവടങ്ങളിൽ പാർട്ട്ണർ, അന്താരാഷ്ട്ര ഗൂഢസംഘങ്ങളുമായുള്ള മോഹൻ തോമസിന്റെ ബന്ധങ്ങൾക്കിടയിലെ ലിങ്ക്. എ ബോൺ ക്രിമിനൽ ഒബ്സെസ്ഡ് വിത്ത് ഹോമിസൈഡ്. എവിടുന്ന് സംഘടിപ്പിച്ചു നീ ഇവനെ? ദാ ഇവൻ വഴി. ഇവൻ ഒന്നും പറയാതെ ചത്തതല്ലേ? യെസ്, but this photograph helped a lot.
ഗോവ പോലീസിൽ എന്റെ ഒരു ബാച്ച്മേറ്റ് ഉണ്ട്, DIG ക്രൈംസ് 1 സുരേഷ് കക്കോത്കർ. ഈ ആന്റണി ഇഗ്നേഷ്യസ് പിമെന്റോയെ ഞാൻ അങ്ങോട്ട് അയച്ചു. ഒരു ഗാംബ്ലിംഗ് ദാറ്റ് ക്ലിക്ക്. ഇത് വെച്ച് സുരേഷ് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ട്രേസ് ചെയ്തു. വിൽഫ്രഡ് ആണ് അവന്റെ ഗുരു എന്നറിഞ്ഞപ്പോ വിൽഫ്രഡിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. Then sir, this my trump card. മൈ ഗുഡ്നസ്. യെസ് ബാലേന്ദ്രൻ. സർ സർ, ഹോം മിനിസ്റ്റർ നിന്നെയും കൂട്ടി അവിടെ എത്തണമെന്ന്. ചൂടില്ല. എന്തു ഭാവിച്ചോണ്ടാടോ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത തന്റെ ഈ പോക്ക്? ഒരുത്തൻ ചത്ത അന്വേഷിക്കാൻ ഇയാൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇതിപ്പോ 3 ആയി ഗുരുതി. ആദ്യം ആ പോലീസുകാരൻ, പിന്നെ ആ ഗോവാക്കാരൻ, ഒടുവിലിപ്പോ ദേ ആ പെങ്കൊച്ച്. പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇയാളുടെ ഓരോരോ തോന്നിയാസങ്ങള്, മേക്കിട്ട് കയറ്റങ്ങള്. ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് വന്നിറങ്ങിയപ്പോഴാ കാര്യങ്ങളുടെ കിടപ്പ് ഇത്ര കണ്ട് വഷളായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണോ താൻ ചിരിച്ചത്? ഒന്നുമില്ല സർ. നത്തിങ് ഡൂയിങ്. എനിക്കറിയണം താൻ എന്തിനാണ് തിരിച്ചതെന്ന്. കമോൺ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ. അല്ല സർ, അങ്ങിങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ മാവേലി വന്നിറങ്ങുന്നത് പോലെ ഡൽഹിയിൽ നിന്ന് വന്നിറങ്ങുമ്പോഴേ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് സർ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. അത് ഓർത്തപ്പോ ചിരിച്ചു പോയതാ. നിർത്തടോ stupid. ബാലേന്ദ്രൻ, ഇയാളെ ഇപ്പൊ തന്നെ ഈ കേസിൽ നിന്ന് ഞാൻ റിലീവ് ചെയ്യുന്നു. ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഇയാളെ മാറ്റുന്നു. ദാറ്റ്സ് മൈ ഡിസിഷൻ. അത് പറയാനാ നിങ്ങളെ ആരും ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സാർ, നോ, ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചുകൊള്ളാം. ഒന്ന് കഴിഞ്ഞ് ഞാൻ ഈ കേസെല്ലാം കൂടി എടുത്തു കെട്ടി പരണത്ത് വെക്കും. അല്ലെങ്കിൽ കൊള്ളാവുന്ന വേറെ ആണുങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കും. താനിനി തൽക്കാലം ഈ തൊപ്പിയൊക്കെ അങ്ങ് ഊരിവെച്ച് ഏതെങ്കിലും കോർപ്പറേഷന്റെ തലപ്പത്ത് കയറിയിരുന്ന് അങ്ങ് ഭരിച്ചാൽ മതി. സ്വൈരം കിട്ടുമല്ലോ ബാക്കിയുള്ളവന്. സാർ പ്ലീസ്, ഞാനൊരു... ബാലേന്ദ്രൻ, നോ ആർഗ്യുമെന്റ്സ്. വേണ്ട സർ, സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ നോ. ഇദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോളാം. വേണ്ട, താനൊന്നും പറയണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ. നോ, ഗെറ്റ് ഔട്ട്. നോ സർ, തൊപ്പി ഊരിവെക്കാൻ പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ സാറ് കേട്ടേ മതിയാവും. എന്നിട്ടേ ഞാൻ പോകൂ. ഐ സെഡ് നോ. ഇറങ്ങി പോണോ പുറത്ത്. സർ, അങ്ങേ പോലൊരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ബട്ട് നൗ യു ആർ ഫോഴ്സിംഗ് മീ. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ അങ്ങ് തയ്യാറല്ല എങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ അങ്ങേക്ക് നാളത്തെ പത്രങ്ങളിൽ നിന്ന് വായിച്ചറിയേണ്ടി വരും. എന്താ സർ, തയ്യാറാണോ? ഈ കേസിൽ നിന്ന് രാജൻ ഫെലിക്സിനെയും മേനോനെയും പിന്നെ മോഹൻ തോമസിനെയും രക്ഷിച്ചെടുക്കുക എന്നത് ഇപ്പൊ അങ്ങയുടെ ആവശ്യമാണ്, അല്ലേ സർ? അതെ സർ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. എനിക്കറിയാം. ഭരത്, സത്യമാണ് സർ. അങ്ങയോട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അറിഞ്ഞാൽ മനസ്സിലെ വിഗ്രഹങ്ങൾ ചിലപ്പോ ഉടഞ്ഞു പോകുമെന്ന്. വാട്ട് ഡു യു മീൻ? കൊല്ലപ്പെട്ട ശ്രീലതാവർമ്മയുടെ മൊഴിയിൽ നിന്ന് ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ, എനിക്ക് കിട്ടിയ രേഖകൾ, കോടികളുടെ കണക്കുകൾ. എന്ത് കുന്തമാണോ താൻ അറിഞ്ഞത്? കേട്ടാൽ ഒരുപക്ഷെ അങ്ങേക്ക് ബോധക്ഷയം ഉണ്ടാവും സർ. മകളുടെ പേരിൽ ബാംഗ്ലൂരിൽ പണി നടക്കുന്ന 2ാം നിലയിൽ സ്വിമ്മിംഗ് പൂളുള്ള ബംഗ്ലാവ്, കോട്ടയത്ത് മകൻ വാങ്ങിയ 6.5 കോടിയുടെ ഡിസ്റ്റിലറി, പാലക്കാട്ട് 2 ചന്ദന ഫാക്ടറികൾ, മംഗലാപുരം റെയിൽവേ ലൈനിന്റെ കരാർ പണി, ബഹ്റിനിൽ മരുമകൻ കെട്ടിപ്പൊക്കുന്ന 50 കോടിയുടെ ഹോസ്പിറ്റൽ കോംപ്ലക്സ്, പിന്നെ മലബാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനരികിൽ മകനും സംഘവും ചേർന്ന് പണിതുയർത്തുന്ന പഞ്ചനക്ഷത്ര ഹോട്ടൽ. ഇവിടേക്കെല്ലാം കേന്ദ്രമന്ത്രി KM വർഗീസ് വഴി ഒഴുകിയെത്തുന്ന കോടികളിൽ മോഹൻ തോമസിന്റെ കൈമുദ്ര പതിഞ്ഞ കള്ള കമ്മട്ടത്തിലടിച്ച നോട്ടുകൾ കൂടി ഉണ്ടെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ ഇല്ല എന്ന് തെളിയിക്കാൻ അങ്ങേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ സർ? മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അത്താഴക്കഞ്ഞിയിൽ കൈയിട്ട് വാരിയ കള്ളൻ എന്നൊരു മാറാപ്പേര് വീണുപോയാൽ
പിന്നെ മകന്റെ ചന്ദന ഫാക്ടറിയിലെ മുഴുവൻ തൈലവും കൊണ്ടുവന്ന് മുങ്ങിക്കുളിച്ചാലും ദുർഗന്ധം മാറില്ല സർ. അങ്ങയുടെ ഈ വെള്ളക്കുപ്പായത്തിലേക്ക് കൂടുതൽ ചെളി തെറിപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമില്ല സർ. സോ ഇതുപോലുള്ള മോഹൻ തോമസുമാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവിടെ ഇങ്ങനെ ചെവി അറിയാതെ അവസാനിപ്പിക്കുന്നതല്ലേ സർ ബുദ്ധി? ഇനി എനിക്ക് ഈ തൊപ്പിയെടുത്ത് ധരിക്കാം, അന്വേഷണവുമായി മുന്നോട്ട് പോകാം, കുറ്റവാളികളെ തളയ്ക്കാൻ എന്തും ചെയ്യാം. അങ്ങിതിൽ ഇടപെടില്ല, ഉറപ്പ് അല്ലേ സർ? താങ്ക് യു സർ. ഹലോ മോഹൻജി, മേഹും രാജൻ. രാവിലെ മോനെ വിളിക്കാൻ നോക്കുന്നതാ, പക്ഷെ കിട്ടണ്ടേ? അതെ, ഇവിടെ അടുത്തൊരിടത്തുന്ന പുകക്കുളിമുറി. അതെ അതെ, സ്റ്റീം ബാത്ത്. പിന്നെ സുഖ ചികിത്സയല്ലേ? മേനോനോ? മേനോനിവിടെ ഉണ്ട്. മോന്തക്കെല്ലാം ചെളിവാരി പൊത്തുവെച്ചോണ്ട് ഇവിടെ ഇരുന്ന് കൂർക്കം വലിച്ചുറങ്ങുക. പിന്നെ ക്ലബിലെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഒന്നും പേടിക്കണ്ട മോഹൻജി, ഞാനല്ലേ ഉള്ളേ. നമ്മൾ ഒരുമിച്ചൊരു കളി കളിക്കും, അങ്ങനെ നമ്മൾ അവനെ ഒതുക്കും. ഭരതനല്ല, അവന്റെ ഉപ്പാപ്പനെ നമ്മൾ ഒതുക്കിട്ടേ പോകത്തുള്ളൂ. ആ ഭരതൻ കഴിവുറാമോന്റെ 6ാം വാരിക്കിട്ട് 2 എണ്ണം കൊടുപ്പിക്കണം നമ്മുടെ പിള്ളേരെ കൊണ്ട്. അതെ അതെ, തക്കത്തിന് കിട്ടുമ്പോ മതി. നിർത്താടി കൊച്ചെ, സുഖം പിടിച്ചു വരുമ്പോഴാ അവിടെ ഒരു ഹലോ ഇവിടെ പറഞ്ഞതാ. എന്തായാലും അവൻ നമ്മളൊരു പൂക്കുച്ചളയും ചെയ്യാൻ പോണില്ല. മോൻജി, അവന്റെ തെളിവൊക്കെ ഇപ്പോ വെള്ളത്തിൽ വരച്ച് വര പോലെ ആയില്ലേ? ഇവിടെ ആരും ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ വൈകിട്ട് കാണുന്നു. ഓക്കെ, റൈറ്റ്, ബൈ. അയ്യോ കഷ്ടം, ഓരോരോ തമാശകളെ. നല്ല സുഖം. എന്ത് പോക്കുന്നതാണോ ഈ കാണിച്ചേ? എന്താണ് കാണിക്കുന്നത്? സർ, അന്ന് കണ്ടപ്പോ ചോദിക്കാൻ വിട്ടുപോയ ചില ചോദ്യങ്ങളും. ചോദ്യങ്ങൾ തേങ്ങാക്കൊലം, ഇറങ്ങി പോണോ? പ്രസാദ് സർ, ഇവനെ അറിയോ സർ? ആരാടോ ഇയാള്? ഒരു പക്ഷേ ഇയാളെ സാർ അറിയും. അമ്മയുടെ തേങ്ങാക്കൊല തനിക്ക് വട്ട് പിടിച്ചോ? പ്രസാദ്, ഈ ചിത്രം സാർ തിരിച്ചറിയും, തീർച്ച. There's every possibility. അങ്ങേക്കറിയില്ലേ സാർ ഇയാളെ? ആൻഡ് വാട്ട് അബൌട്ട് യു സർ? തഞ്ചൂരുമായി അമ്മൂമ്മയുടെ തേങ്ങാക്കൊല. പോലീസിൽ ഉയർന്ന പീഠങ്ങൾ അലങ്കരിക്കുന്ന 2 ഉന്നതന്മാർ, IG രാജൻ ഫെലിക്സ് and AIG Menon, with Mohan Thomas and 2 branded killers. കൊച്ചുനിക്കറുമൊക്കെ ഇട്ട് ഗോവ കടപ്പുറത്ത് സിനിമാ സ്റ്റൈലിൽ ചെത്തി നടന്നപ്പോ ഇതിൽ ഇങ്ങനെ ഒരു ഗുലുമാലിന് സ്കോപ്പ് ഉണ്ടെന്ന് രണ്ടാളും പ്രതീക്ഷിച്ചില്ല, അല്ലേ? ഫേറ്റ്, റാദർ ഇൽ ഫേറ്റ്. ആന്റണി എന്ന ടോണി സ്വയം വെടിവെച്ച് മരിച്ചു എന്ന് ഫോട്ടോ കാണിച്ച് ബോധ്യപ്പെടുത്തിയപ്പോ ഇവൾ, ടോണിയുടെ ഗേൾഫ്രണ്ട്, ഹരം പകർന്ന ഒരു ഒഴിവുകാലത്തിന്റെ മുഴുവൻ സ്മാരകങ്ങളും ആൽബത്തിൽ നിന്ന് പറിച്ചെടുത്ത് ഗോവ ക്രൈംസ് DIG സുരേഷ് കക്കോത്കറിന് വിറ്റു. ഫോർ എ ഫാറ്റ് പ്രൈസ് ഓഫ് $10,000. തന്റെ ആ പീറ നാറ മഞ്ഞപത്രം ഉണ്ടല്ലോ, മറുപുറം, അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നുവെന്ന് മുമ്പ് താൻ അതിൽ എഴുതിച്ചപ്പോ
തുറന്നു തരാൻ ഇങ്ങനെ ഒരു വഴി ദൈവം ബാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല അല്ലേടോ? താൻ ഈ 2 ഫോട്ടോ വെച്ചുകൊണ്ട് ഞങ്ങളെ എന്ത് പൊളിത്താനാടോ? റാസ്കൽ, മിണ്ടിപ്പോരുത്. അലറണ്ട സാർ, സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാ മതി, ഭേദ്യമൊന്നും ഉണ്ടാവില്ല. കമോ, കൊല്ലിച്ചത് നിങ്ങളൊക്കെ ചേർന്നാണെന്നറിയാം. കൊന്നതാരാണ്? ജസ്റ്റിസ് മഹേന്ദ്രനെ, കോൺസ്റ്റബിൾ ഗോപിയെ, പിന്നെ ശ്രീലത വർമ്മയെ. പറയടോ, മോഹൻ തോമസ് നേരിട്ടോ അതോ വിൽഫ്രഡോ? ഞങ്ങൾക്കൊന്നും അറിയാൻ മേല. താനിങ്ങനെ ഊഹത്തിന്റെ പുറത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ കേറി അങ്ങോട്ട് ഏക്കാൻ ഞങ്ങൾ അത്ര കോപന്മാരൊന്നുമല്ല. ഓഹോ, അപ്പൊ പറയാൻ ഉദ്ദേശമില്ല അല്ലേ? ഇല്ലടോ, താനൊന്ന് പറയിച്ചേ കാണട്ടെ. കണ്ട അണ്ടനെ അടകോടനെയും ചെമ്മാനെയും ചെരുപ്പൂത്തിയെയും മാത്രമല്ല, നിന്നെ പോലുള്ള പരമ എരപ്പാളികളെ എടുത്തിട്ട് ചളുക്കാം ചങ്കൂറ്റുള്ള പോലീസുകാരന്. മനസ്സിലായോടോ? പറയടോ, എവിടെയുണ്ട് വിൽഫ്രഡ്? അവനെയും കൂടെ കിട്ടുന്നത് എനിക്കറിയില്ല. അല്ലല്ലേ ഭരത, മോഹൻജിയുടെ ഏതെങ്കിലും സങ്കേതത്തിൽ കാണുമെന്നല്ലാതെ വിൽഫ്രഡ് എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. കർത്താവാണ് സത്യം. അറിയാമല്ലോ, ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് വിട്ടയച്ചാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. സത്യങ്ങൾ തുറന്നു പറയുമെന്ന് പേടിച്ച് മോഹൻ തോമസിനെ വേട്ടയാടുന്നത് നിങ്ങളെ ആയിരിക്കും, ഗോപിയെയും ശ്രീലതയെയും ചെയ്തതുപോലെ. സോ ഇനി നിങ്ങൾ രണ്ടാൾക്കും ഒറ്റ വഴിയേ ഉള്ളൂ, ശ്രീലത വർമ്മ ഒഴിവാക്കിപ്പോയ വഴി. മാപ്പ് സാക്ഷി. എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് തമ്മിൽ തീരുമാനിക്കാം. ഗെറ്റ് മീ? ഓ ഗുഡ്.